90s-ലും 2000-ലൊക്കെ ഭയങ്കര ഓർമ്മയുള്ള ചില പരസ്യങ്ങളുണ്ട്. കളിക്കടയിൽ വരുന്ന പരസ്യങ്ങൾ. ഇപ്പൊ 99 വേൾഡ് കപ്പിലാണ് അങ്ങനെയുള്ള ഏതെങ്കിലും പരസ്യങ്ങൾ? പിന്നെ വിൽസിന്റെ ഒരു പരസ്യം, വെങ്കടേഷ് പ്രസാദ് ഇങ്ങനെ ഓടി വരുന്ന ട്രാക്കിൽ ഓടി വരുന്ന ഒരു പരസ്യമുണ്ട്, പഴയ പരസ്യം. അത് ഓർമ്മയുണ്ട്, വിൽസിന്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ കൊക്കക്കോളയുടെ ആണെന്ന് തോന്നുന്നു ഇതൊക്കെ പരസ്യമുള്ള. വേറെ എന്തൊക്കെയാ ബ്രാൻഡ് ഞാൻ പറയുന്നില്ല. അങ്ങനെ കുറച്ച് കമോൺ ഇന്ത്യ അത് പിന്നെ ഉറക്കാതിരിക്കില്ല. കമോൺ ഇന്ത്യ പരസ്യം ഓർമ്മ. പിന്നെ അതിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? അത് എനിക്ക് 99 വേൾഡ് കപ്പ് അതൊരു ഫീലായിരുന്നു കേൾക്കുമ്പോ എങ്ങനെ നിൽക്കരുത്. പിന്നെ ആ സമയത്ത് എല്ലാവരും ഇപ്പം സൗരവ് ഗാംഗുലിയുടെ പരസ്യം ഉണ്ടായിരുന്നു, മറ്റേ ദ്രാവിഡിന്റെ പരസ്യങ്ങള്. പിന്നെ ദ്രാവിഡിന്റെ ജിലേറ്റിന്റെ എന്തോ ഷേവിംഗ് സുന്ദരനാണല്ലോ. അങ്ങനെ കുറെ പരസ്യങ്ങളൊക്കെ. ജാമിന്റെ പരസ്യം ഉണ്ടായിരുന്നു, ദ്രാവിഡിന്റെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കുറെ പരസ്യങ്ങളുണ്ടായിരുന്നു. അല്ല, ഇവരെ നമുക്ക് എങ്ങനെ കാണാൻ ഇഷ്ടമാണല്ലോ. ഞാൻ ഇവിടെ കൊച്ചിയില് കാണാൻ പോയിട്ടുണ്ട്, കളി കാണാൻ പോയിട്ടുണ്ട്. ഇവരൊക്കെ കണ്ടിട്ടുണ്ടോ? പിന്നെ ലൈവ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കളി കാണാൻ പോയിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട് ആക്ച്വലി. ഇതുപോലെ ഗ്രൗണ്ട് വെച്ചിട്ട് ഇവിടെ കൊച്ചിയിൽ ഒരു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് കളി കാണാൻ പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഉള്ളു, അല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല. കാണുന്ന ആഗ്രഹമുണ്ട്, എനിക്ക് കാണുന്ന ആഗ്രഹമുള്ള ആള് സേവാങ്ങനെ എനിക്ക് കാണുന്നത്. നേരിട്ട് കണ്ട ക്രിക്കറ്റേഴ്സ് ആരൊക്കെയാ? ഇപ്പം ശ്രീശാന്തിന്റെ കാര്യം പറഞ്ഞു. ശ്രീശാന്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആൾക്കാരില്ലേ, സച്ചിൻ ബേബിയൊക്കെ എൻ്റെ അടുത്ത സുഹൃത്താണ്. സഞ്ജുവിനെ കണ്ടിട്ടില്ല. സഞ്ജുവിനെ ഇഷ്ടമാണ് കേട്ടോ, സഞ്ജുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ശ്രീശാന്തിന്റെ കാര്യം പറഞ്ഞ പോലെ പുള്ളിയാണല്ലോ ഇപ്പൊ നമ്മുടെ ഹീറോ സഞ്ജു. പിന്നെ സഞ്ജുവിന്റെ ഇപ്പൊ കളി കാണുന്ന സത്യം പറഞ്ഞ സഞ്ജുവിനൊക്കെ വേണ്ടിയില്ല. സഞ്ജുവിന് വേണ്ടിയല്ല, പണ്ട് സച്ചിൻ കളി നിർത്തിയപ്പോൾ ഒരുപാട് കളി കാണുന്ന ആൾക്കാർ കളി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതും കഴിഞ്ഞ് ധോണി വന്നു, ധോണിയുടെ കാലം വന്നു, കോഹ്ലി വന്നു, രോഹിത്. പിന്നെ ഇപ്പൊ ഇവരൊന്നും ഇല്ലല്ലോ. ഇപ്പം കാണുന്ന ആൾക്കൂടെ സഞ്ജു ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ക്രിക്കറ്റ് കളി കാണാനൊരു രസം. ഏഷ്യ കപ്പിലെ ടീം പ്രഖ്യാപിച്ചു, സഞ്ജു സാംസൺ ടീമിലുണ്ട്. അപ്പോ സഞ്ജു ഓപ്പണർ ആയതിനു ശേഷമുള്ള സഞ്ജുവിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, T20 സെഞ്ചുറിയൊക്കെ അടിച്ചല്ലോ. അപ്പം അത് എത്രത്തോളം ടീമിന് ഗുണം ചെയ്യുന്നുണ്ട്? ഉറപ്പായിട്ടും സഞ്ജു അഗ്രസീവ് പ്ലെയർ ആണ്. പക്ഷെ അഗ്രസീവ് പ്ലെയർ ആണ്. അതേപോലെ തന്നെ സഞ്ജു ഇപ്പം വൺ ഡേ കളിച്ചിട്ട് എന്താ മോശം? ഏതെങ്കിലും ഒരു കളിയിൽ വൺ ഡേയിൽ മോശമായിട്ടില്ല. ചാൻസ് കുറെ പ്ലേയേഴ്സിന് ഒരുപാട് ചാൻസ് കൊടുത്തിട്ടും ഇങ്ങനെ ചില പ്ലേയേഴ്സിന് ചാൻസ് കൊടുത്ത് നന്നാക്കി എടുക്കുകയാണ്. സഞ്ജുവിന് അങ്ങനെ അവസരം കിട്ടിയത് എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല, ഇല്ലേ? സൂര്യകുമാർ യാദവ് ഒക്കെ എനിക്കൊന്നു സഞ്ജുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യണം, അല്ല, അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം. സഞ്ജു ഒക്കെ ശരിക്കും പറഞ്ഞാൽ അതിനെ പറ്റി ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗംഭീർ വരെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നല്ലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല എന്ന രീതിയിൽ പുള്ളി എന്തോ ഒരു എന്ത് രസം സഞ്ജുവിന്റെ ഷോട്ടൊക്കെ കാണാൻ.